അപ്പോൾ നമ്മൾ ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും ആൻഡ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ദെൻ കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും പഠിച്ചു. ഫോർത്ത് വണ്ണാണ് മൊമെൻ്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. മൊമെൻ്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ദ മീൻ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ വാല്യൂസ് മെഷേർഡ് ഫ്രം ദെയർ അരിത്തമാറ്റിക് മീൻ. നമുക്കറിയാം എന്താണ് സെൻട്രൽ മൊമെൻറ്റ്. ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം ദ അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീൻ ആകുമ്പോഴാണ് അത് സെൻട്രൽ മൊമെൻ്റ് ആവുന്നത്. ആൻഡ് അത് എനി വാല്യൂ ആവുന്ന സമയത്താണ് അത് റോ മൊമെൻ്റ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് ഈസ് ദ മീൻ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ വാല്യൂസ് മെഷേർഡ് ഫ്രം ദെയർ അരിത്തമാറ്റിക് മീൻ ആൻഡ് സോ ഈസ് സീറോ ഓൾവേസ്. ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് എപ്പോഴും സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം അരിത്തമാറ്റിക് മീൻ അല്ലേ. ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം ദ ആൾജിബ്രൈക് സം ഓഫ് ദ ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം ദ അരിത്തമാറ്റിക് മീൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ്. അപ്പോൾ ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് എപ്പോഴും സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് μ1 ഈസ് ഓൾവേസ് സീറോ. ആൻഡ് ബട്ട് ഫസ്റ്റ് റോ മൊമെൻ്റ് അബൌട്ട് ഒറിജിൻ ഈസ് സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. ഫസ്റ്റ് റോ മൊമെൻ്റ് അബൌട്ട് ഒറിജിൻ ഓക്കെ ദാറ്റ് ഈസ് 1/n സിഗ്മ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് എഫ് ഇൻറ്റു 1/n സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എ അല്ലെ ഓൾ റേസ് ടു 1 ദാറ്റ് ഈസ് 1/n സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എ. ദാറ്റ് ഈസ് എബൌട്ട് ഒറിജിൻ ആവുന്ന സമയത്ത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും. അപ്പോൾ 1/n സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് 0/n ദാറ്റ് ഈസ് 1/n സിഗ്മ എഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ദ ഫസ്റ്റ് റോ മൊമെൻ്റ് അബൌട്ട് ഒറിജിൻ ഈസ് സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ദ അരിത്തമാറ്റിക് മീൻ which is the most useful measure of central tendency. μ2 is the variance. μ2 നമുക്കറിയാം variance ആണ്. that is 1/n sigma x minus a അല്ല x minus x bar the all square. ഇനി ഫ്രീക്വൻസി ആകുമ്പോൾ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. സ്ക്വയർ വരുന്ന സമയത്ത് അത് വേരിയൻസ് ആവും. ആൻഡ് μ2 is the variance whose positive square root is standard deviation. We know that is the root of variance is standard deviation. The most useful measure of dispersion ആണ് എന്ത് μ2 എന്ന് പറയുന്നത്. ആൻഡ് μ3 ഹെൽപ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് സ്ക്യൂനെസ്. വൈൽ μ3 നമുക്ക് സ്ക്യൂനെസ് കാണാൻ പറ്റും. ആൻഡ് വൈൽ μ4 ഹെൽപ്സ് ടു മെഷർ കർട്ടോസിസ്. All the four characteristics used for description and comparison of frequency distribution are available in terms of moments. Hence the importance of moments are known. The moment measure are following, that is beta 1. ബീറ്റ 1 അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾ ദ ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്ഡ് ഫോർ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ആർ അവൈലബിൾ ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റ്സ്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് മെഷേഴ്സ് ആർ ബീറ്റ 1 ഈസ് ഈക്വൽ ടു μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ്. ഗാമ 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബീറ്റ 1 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് μ3 സ്ക്വയർ ഡിവൈഡ് ബൈ μ2 ക്യൂബ്. ദിസ് ഈസ് ഈക്വൽ ടു μ3 ബൈ സിഗ്മ ക്യൂബ്. ആൻഡ് μ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് വേരിയൻസ് ആണ്. വേരിയൻസിൻ്റെ റൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സിഗ്മ ക്യൂബ് ആവും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. എ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ്, സിമെട്രിക് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ് അക്കോർഡിംഗ് ആസ്. നമ്മളറിയാം പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടെയിൽ എക്സ്റ്റെൻഡ് ചെയ്യും, നെഗറ്റീവ്ലി സ്ക്യൂഡ് ലെഫ്റ്റ് ടെയിൽ എക്സ്റ്റെൻഡ് ചെയ്യും. സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. ആൻഡ് ഇൻ മൊമെൻ്റ് മെഷേഴ്സിൽ നമുക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ സിമെട്രിക് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവാം. ദാറ്റ് ഈസ് ഗാമ 1 ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ഓർ ലെസ് ദാൻ വിച്ച് ഡിമാൻഡ്സ്. ആൻഡ് μ3 എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആവുന്ന ടൈമിൽ ഗാമ 1 ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ μ3 ഗ്രേറ്റർ ദാൻ 0. ഗാമ 1 ഈക്വൽ ടു 0 μ3 ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഗാമ 1 ലെസ് ദാൻ 0 μ3 ലെസ് ദാൻ 0 ആവുന്ന ടൈമിൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ്, സിമെട്രിക് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഗാമ 1 ഗ്രേറ്റർ ദാൻ 0 μ3 ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഗാമ 1 ഈക്വൽ ടു 0 μ3 ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് സിമെട്രിക്. ആൻഡ് ഗാമ ലെസ് ദാൻ 0 μ3 ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നെഗറ്റീവ്ലി സ്ക്യൂഡ്. അപ്പം ഇത്രയാണ് എന്ത് മെഷർ ഓഫ് സ്ക്യൂനെസ്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പേർഷൻ ആൻഡ് സ്ക്യൂനെസ്.
ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ വാരിയൻസ് ആണ് മെഷർ ചെയ്യുന്നത്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് അസിമെട്രി ആണ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ സ്പ്രെഡ് ഓഫ് ഐറ്റംസ് എബൌട്ട് ദ സെൻട്രൽ വാല്യൂ. അതായത് ആവറേജ് അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂവിൻ്റെ അടുത്തുനിന്ന് ഒരു സെൻട്രൽ വാല്യൂവിലേക്ക് എത്രത്തോളം, അതായത് സെൻട്രൽ വാല്യൂവിലേക്ക് എത്രത്തോളം ബാക്കിയുള്ള വാല്യൂസ് അല്ലെങ്കിൽ ആവറേജസ് അല്ല അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ മോഡ് ഇതിലേക്ക് എത്രത്തോളം ഒരു മൊത്തം വാല്യൂസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്കാറ്റേർഡ് ആണ് ഫ്രം ദാറ്റ് സെൻട്രൽ വാല്യൂ, അല്ലെങ്കിൽ എത്രത്തോളം വാരിയൻസ് ഉണ്ട് ആ സെൻട്രൽ വാല്യൂ എന്നാണ് എന്താ ഡിസ്പെർഷനിൽ പറയുന്നത്, ഡിസ്പെർഷൻ കാണിക്കുന്നത്. അതായത് സ്കാറ്റേർഡ് ആണോ വാല്യൂസ്, അതായത് ഒരു സെൻട്രൽ വാല്യൂ നിന്ന് ബാക്കിയുള്ള വാല്യൂസൊക്കെ എന്താണ് സ്കാറ്റേർഡ് ആണോ, ഒരുപാട് സ്കാറ്റേർഡ് ആണോ, അല്ലെങ്കിൽ അടുത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഇപ്പോൾ 3 ആണെങ്കിൽ 3ക്ക് ചുറ്റുമാണോ ബാക്കിയുള്ള 3ൻ്റെ അറൗണ്ട് ആണോ ബാക്കിയുള്ള വാല്യൂ ഇരിക്കുന്നത്, 3ൻ്റെ അല്ലെങ്കിൽ 3ന്ന് ഒരുപാട് എക്സ്റ്റെൻഡ് ആയിട്ടാണോ ബാക്കിയുള്ള വാല്യൂസ് ഇരിക്കുന്നതെന്ന് നോക്കുകയാണ്. അതായത് ഇത് ഷോസ് ദ സ്പ്രെഡ് ഓഫ് ഐറ്റംസ് എബൌട്ട് ദ സെൻട്രൽ വാല്യൂ. ആൻഡ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ട് ഷോസ് ഡിപ്പാച്ചർ ഫ്രം സിമെട്രി. അതേ ഇപ്പോൾ സെൻട്രൽ വാല്യൂവിന് പകരം ഇതിൽ പറയുന്നത് സ്ക്യൂനെസ് പറയുന്നത് സിമെട്രിയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അസിമെട്രിക്കൽ ആണെന്നാണ് സ്ക്യൂനെസ്സിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി ദ വേരിയബിലിറ്റി ഇൻ ഡാറ്റയിലുണ്ടാകുന്ന വാരിയൻസും സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത്. സ്റ്റേബിൾ ആകുമ്പോൾ ഏകദേശം ഒരേ ഈക്വൽ വാല്യൂസ് ആകുന്ന സമയത്താണ് അത് സ്റ്റേബിൾ ആണെന്ന് പറയുക, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള വാല്യൂസ് ആകുന്ന സമയത്താണ് സ്റ്റേബിൾ ആകുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് വാല്യൂസ്, അതായത് ഡിഫറെൻറ്റ് വാല്യൂസ് തന്നെ അത് ഡിസ്റ്റൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ വാരിയൻസ്, അല്ലെങ്കിൽ അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈക്വലാണോ അല്ലെങ്കിൽ അല്ല ഡിഫറൻസ് എന്താണ് ഒരുപാടുണ്ടോ, വലിയ ഡിഫറൻസ് ആണോ, അതായത് ഇപ്പോൾ നമ്മുടെ വാല്യൂസ് 20 പിന്നെ 50 പിന്നെ 30 അല്ലെങ്കിൽ പിന്നെ 100 പിന്നെ 150 അങ്ങനെയൊക്കെ അവിടെ കുറേ വാരിയൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നേരെ തിരിച്ച് 1 2 3 4 5 എന്ന് പറയുന്ന സമയത്ത് അവിടെ വാരിയൻസ് കുറവാണ് അല്ലേ, അല്ലെങ്കിൽ 1 1 1 1 എന്നുള്ള വാല്യൂസ് ആണെങ്കിൽ അത് തീരെ വാരിയൻസ് ഇല്ല, സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇറ്റ് ജഡ്ജസ് it is useful to study the variability in data. Skewnessly, it is useful to study the concentration in lower and higher variables. And മൂന്നാമത്തത് it judges the truthfulness of the central tendency. Skewnessly, it judges the difference between the central tendencies. Mode, mean, median. Okay, difference between the central tendencies. And it is a type of average of deviations. It is a type of average of deviations. ഡീവിയേഷൻസ് ആവറേജസിൻ്റെ ഡീവിയേഷൻസ് ആണ് എന്താ ഇത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എൻ ആവറേജ്, ഇറ്റ് ഈസ് മെഷർ ഓഫ് അസിമെട്രി ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമ്മൾ നോക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻ ആവറേജ്. ഇറ്റ് ഷോസ് ദ ഡിഗ്രി ഓഫ് വാരിയബിലിറ്റി ഡിസ്പേർഷനിൽ, ആൻഡ് ഷോ ദ ഡിഗ്രി ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ഓഫ് വാരിയബിലിറ്റി. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ്, ഏത് സൈഡിലാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഇതൊക്കെയാണ് എന്തിൽ സ്ക്യൂനെസ്സിൽ പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഡിഗ്രി ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ഓഫ് വാരിയബിലിറ്റി. നെക്സ്റ്റ് ആണ് കർട്ടോസിസ്. ഇപ്പോൾ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് അസിമെട്രി ആണ്. കർട്ടോസിസിൽ മെഷർ ഓഫ് സ്പീക്കർനെസ് ആണ് പറയുന്നത്. പീക്ക് എത്രത്തോളം, അതായത് കർട്ടോസിസ് മീൻസ് ബൾജിനെസ്. ഇറ്റ് മെഷേഴ്സ് ദ പീക്കഡ്നെസ് ഓർ flatness of a frequency curve. The degree of kurtosis of a distribution is measured related to the peakness of a normal curve. A bell-shaped or normal curve is mesokurtic because it is kurtic in the central. If a curve is relatively more peaked than the normal curve, it is called leptokurtic. A curve more flat than the normal curve is known as platykurtic because it is said to lack kurtosis. അപ്പോൾ കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെഷർ ഓഫ് പീക്ക്നെസ്. അതായത് ഇവിടെയുള്ള ഫസ്റ്റ് നോർമൽ കേർവ് മീസോകർട്ടിക് എന്ന് കാണിക്കുന്ന ഈ ഗ്രാഫിലും മീസോകർട്ടിക് എന്ന് കാണിക്കുന്ന ആ കേർവ്, അതാണ് ബെൽ ഷേപ്ഡ് കേർവ്. അതിൽ കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ ബൾജിനെസ് അല്ലെങ്കിൽ പീക്ക്നെസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് ഓഫ് ദ ഫ്രീക്വൻസി കേർവ്. അപ്പം ഈ ഗ്രാഫിൽ ഏറ്റവും ഹൈ വാല്യൂ കിടക്കുന്നത് നോക്കാം. അതായത് ഫസ്റ്റ് മീസോകർട്ടിക് എന്ന് കാണിച്ചിരിക്കുന്ന ഗ്രാഫ് നോക്കാം. മീസോകർട്ടിക്കിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് എ ബെൽ ഷേപ്ഡ് ഓർ നോർമൽ കർവ് ഈസ് മീസോകർട്ടിക്. അതായത് ഇത് ബെൽ ഷേപ്ഡ് ആണ് ആൻഡ് സിമെട്രിക്കൽ ആണ്. ആൻഡ് ആ സിമെട്രിക്കൽ ആയിട്ടുള്ള കർവ് എന്താണ്, എപ്പോഴും മീസോകർട്ടിക് ആയിരിക്കും. ആൻഡ്
അതായത് ഇറ്റ് ഈസ് കർട്ടിക് ഇൻ ദ സെൻട്രലാണ് ഹൈ വാല്യൂ കിടക്കുന്നത്. ആൻഡ് ഇഫ് എ കർവ് ഈസ് റിലേറ്റീവ്ലി മോർ പീക്കഡ് ദാൻ ദ നോർമൽ കർവ്. അപ്പോൾ നോർമൽ കർവിനേക്കാളും കുറച്ചും കൂടെ പീക്കഡ് ദ മീസോ കർവ്. അപ്പം ഇഫ് എ കർവ് ഈസ് റിലേറ്റീവ്ലി മോർ പീക്കഡ് ദാൻ ദ നോർമൽ കർവിനേക്കാട്ടും കുറച്ചും കൂടെ പീക്കഡ് ആയിട്ടുള്ള കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെപ്റ്റോകർട്ടിക് എന്ന് പറയുന്നത്. It is a curve. If a curve is relatively more peaked than the normal curve, it is called a leptokurtic. And curve more flat, അതായത് മീസോകർട്ടിക്കിനെക്കാട്ട് കുറച്ചും കൂടെ കൂടുതൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന കർവാണ്, അതായത് ഫസ്റ്റ് കർവ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് പ്ലാറ്റികർട്ടിക് ബിക്കോസ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ലാക്ക് കർട്ടോസിസ്. അപ്പോൾ അവിടെ പീക്കില്ല. മീസോകർട്ടിക്കിൽ പീക്കുണ്ട് ആൻഡ് ലെപ്റ്റോകർട്ടിക്കിലും പീക്കാണ്. ലെപ്റ്റോകർട്ടിക്കിലായിരിക്കും കൂടുതൽ പീക്കായിട്ട് കിടക്കുന്നത് അല്ലേ. ആൻഡ് ദിസ് ഇസ് β2 ഗ്രേറ്റർ ദാൻ 3. മീസോകർട്ടിക്കൽ β2 ഈക്വൽ ടു 3 ആയിരിക്കും ആൻഡ് പ്ലാറ്റികർട്ടിക്കൽ β2 ലെസ് ദാൻ 3 ആയിരിക്കും. ഓക്കെ. അപ്പോൾ കർട്ടോസിസ് മീൻസ് ബൾജിനെസ് ആണ്. ഇറ്റ് മെഷർ ദ പീക്ക്നെസ് ഓഫ് ഓർ ഫ്ലാറ്റ്നെസ് ഓഫ് എ ഫ്രീക്വൻസി കർവ് ആൻഡ് ദ ഡിഗ്രി ഓഫ് കർട്ടോസിസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെഷർഡ് റിലേറ്റഡ് ടു ദ പീക്ക്നെസ് ഓഫ് നോർമൽ കർവ്. എ ബെൽ ഷേപ്ഡ് ഓർ നോർമൽ കർവ് ഈസ് മീസോകർട്ടിക്. അതായത് പീക്ക്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് റിലേറ്റഡ് ടു നോർമൽ കർവ് ആണ്. ആൻഡ് ബെൽ ഷേപ്ഡ് നോർമൽ കർവ് മീസോകർട്ടിക് ആയിരിക്കും. ദാറ്റ് ഈസ് β2 ഈക്വൽ ടു 3. അപ്പോൾ അത് സിമെട്രിക്കൽ ആയിരിക്കും. ആൻഡ് if a curve is relatively more peaked than the normal curve, it is called a leptokurtic. And a curve more flat than normal curve is known as platykurtic because it is said to lack kurtosis. The kurtosis measured using the fourth moment, which is an absolute measure. The relative measure of kurtosis β2 is equal to mu4 by mu2 square or gamma 2 is equal to β2 minus 3. A distribution will be leptokurtic, normal or platykurtic according as. മറ്റേതിൽ നമ്മൾ സ്ക്യൂനെസ്സിൽ നമ്മൾ പറഞ്ഞു ഗാമ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആൻഡ് β2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 0. അതിനനുസരിച്ച് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും, സിമെട്രിക്കൽ ആയിരിക്കും ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അതേപോലെ തന്നെ കർട്ടോസിസിൽ എ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ലെപ്റ്റോകർട്ടിക്, നോർമൽ ഓർ പ്ലാറ്റികർട്ടിക് അക്കോർഡിംഗ് ആസ് β2 ഗ്രേറ്റർ ദാൻ 3 അല്ലെങ്കിൽ ഗാമ 2 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ലെപ്റ്റോകർട്ടിക് അല്ലെങ്കിൽ β2 ഈക്വൽ ടു 3 ആൻഡ് ഗാമ 2 ഈക്വൽ ടു 0 നോർമൽ ആയിരിക്കും. ആൻഡ് പ്ലാറ്റികർട്ടിക്കിൽ β2 ലെസ് ദാൻ 3 or gamma 2 β2 less than 3 or gamma 2 less than 0 എന്ന സമയത്ത് ഇറ്റ് ഈസ് പ്ലാറ്റികർട്ടിക്. ഓക്കെ.